ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിറ്റ്സുമായി ബന്ധപ്പെട്ട എന്താണ് റിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂൾസാണ് റിറ്റ്സ്. ഇപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെയാണ് റിറ്റ്സ് പുറപ്പെടുവിപ്പിക്കുന്നത്. എന്താണ് റിറ്റ്സ് നമുക്ക് പതിയെ നോക്കാം. എന്താണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു പ്രൊട്ടക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൻസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ റിറ്റ്സ് എന്ന് പറയുന്നത്. ഈ റിറ്റ്സ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്നത് അതിനാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യം. റിറ്റ്സ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 വഴിയാണ് സുപ്രീം കോടതി റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിറ്റ്സ് ഹൈക്കോടതി ഇഷ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 226 ഡീൽസ് വിത്ത് ദി ഇഷ്യൂവൻസ് ഓഫ് റിറ്റ്സ് ബൈ ഹൈക്കോർട്ട്. കുഴപ്പമില്ലല്ലോ. സുപ്രീം കോടതി റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ 32 വഴിയാണ്. ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പവർ പറഞ്ഞിരിക്കുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 226 ആണ്. റൈറ്റ് ഓഫ് ദി ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിറ്റ്സ്. അപ്പോൾ റിറ്റ്സ് ഏതൊക്കെ കോടതികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? സുപ്രീം കോടതി മാത്രമാണോ? അല്ല, സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്തുണ്ട്? റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ തരം റിറ്റ്സാണ് ഉള്ളതെന്ന്. 5 ടൈപ്പ് റിറ്റ്സ് ഉണ്ട്. ഹേബിയസ് കോപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറി, ക്യൂ വാറണ്ടോ, പ്രൊഹിബിഷൻ. ഇതാണ് 5 റിറ്റ്സ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ഹേബിയസ് കോപ്പസ്. ഹേബിയസ് കോപ്പസ് എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്? അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ടു ഹാവ് ദി ബോഡി ഓഫ് എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ടു പ്രൊഡ്യൂസ് ദ പേഴ്സൺ ഹു ഈസ് ഇല്ലീഗലി ഡിറ്റെയിൻഡ്. ഇല്ലീഗലി ഡിറ്റെയിൻ ചെയ്ത് ഇല്ലീഗലി തടവിൽ പാർപ്പിച്ച ഒരാളുടെ എന്താണ് അതിൻ്റെ റീസൺ, അതുപോലെ തന്നെ അതിൻ്റെ ലീഗാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് എന്ത്? ഹേബിയസ് കോപ്പസ്. പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു റിറ്റാണ് എന്ത്? ഹേബിയസ് കോപ്പസ്. ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ലിറ്ററൽ വേർഡ് മീനിങ്. ഇൻഡിവിജ്വൽ ലിബർട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ് ഇതെന്താണ് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് ദ പേഴ്സൺ ഹു ഈസ് ഇല്ലീഗലി ഡിറ്റൈൻഡ് എന്നാണ് കോടതി പറയുന്നത്. കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്? എന്താണ്? ആരെയാണോ ഇല്ലീഗലി ഡിറ്റൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ഇല്ലീഗലി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന അയാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനാണ് എന്ത് പറയുന്നത്? ഹേബിയസ് കോപ്പസ് എന്ന റിറ്റ് പറയുന്നത്. മാൻഡമസ് എന്ന് പറയുന്ന റിറ്റ് രണ്ടാമത്തെ റിറ്റാണ്. എന്താണത്? വി കമാൻഡ് എന്നാണ് ലിറ്ററൽ മീനിങ്. എന്താണ് വി കമാൻഡ്? അതിൻ്റെ അർത്ഥം എന്താ? ഇഷ്യൂയിങ് എ ഡയറക്റ്റീവ് ബൈ കോർട്ട് ടു എ പബ്ലിക് സർവൻറ്റ് ടു ഡു ഹിസ് ഡ്യൂട്ടി. എന്താണ്? ഒരു ഡയറക്റ്റീവാണ്, നിർദ്ദേശമാണ്. ആര് കൊടുക്കുന്നു? കോർട്ട് കൊടുക്കുന്നു. ഒരു പബ്ലിക് സർവൻറ്റിന്, ഒരു ഗവൺമെൻറ് സർവൻറ്റിന് കൊടുക്കുന്നത്. ടു ഹിസ് ഡ്യൂട്ടി, ടു ഡു ഹിസ് ഡ്യൂട്ടി. അയാൾ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറയണം ആ ഓഫീസുമായി ബന്ധപ്പെട്ട. എന്തുകൊണ്ട്? ഫോർ ദ റീസൺ ദാറ്റ് ഹി ഹാസ് നോട്ട് ബീൻ ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. അയാളുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ അയാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്ന നിർദ്ദേശം, ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറയുന്ന നിർദ്ദേശമാണ് പബ്ലിക് സർവൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് എന്ത്? മാൻഡമസ്. സോ കോർട്ട് ഈസ് ഇഷ്യൂയിങ് എ ഡയറക്റ്റീവ് ടു മേക്ക് ദാറ്റ് പബ്ലിക് സർവൻറ്റ് ടു ഡു ഹിസ് ഡ്യൂട്ടി, ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടി. അതാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? അതിൻ്റെ അർത്ഥം ടു ഫോർബിഡ് ആണ്. എന്താണത്? ജനറലി ഇഷ്യൂഡ് ബൈ ഹൈക്കോർട്ട്സ് ടു ലോവർ കോർട്ട്സ്. ഹൈക്കോർട്ട്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഹയർ കോടതികളാണ്. ഇപ്പോൾ മുകളിലുള്ള കോടതികൾ താഴെയുള്ള കോടതികളിലേക്ക് കൊടുക്കുന്ന ഹയർ കോർട്ട്സ് ടു ലോവർ കോർട്ട്സ്. എന്തുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ ലോവർ കോർട്ട്സിന് ചില കാര്യങ്ങൾക്ക് അധികാരമില്ല എന്ന് വിചാരിച്ചോ. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയില്ലേ? ഈ ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിറ്റിംഗ് സം ആക്ഷൻ. എന്തുകൊണ്ടാണ്? അവർ അധികാരം ഓവർ സ്റ്റെപ്പ് ചെയ്യുകയോ അതുപോലെ അധികാരമില്ലാതെ അത് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ലോവർ കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ അവർ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു റിറ്റാണ് എന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ടു ഫോർബിഡ്. മുകളിലുള്ള കോടതികൾ താഴെയുള്ള കോടതികളിലേക്ക് കൊടുക്കുന്ന റിറ്റാണിത് പ്രൊഹിബിഷൻ. ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. സെർഷ്യോറാറി എന്ന് പറയും നാലാമത്തേത്. ഇതിൻ്റെ അർത്ഥം ടു ബി ഇൻഫോംഡ് എന്നാണ്. പൊതുവേ ഇതും ഹയർ കോടതികൾ ലോവർ കോടതികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. എന്തിനാണ്? ഏതെങ്കിലും ഒരു പെൻഡിങ് ആയ കേസ് താഴെയുള്ള കോടതിയിൽ നിന്ന് മുകളിലുള്ള കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലീഗൽ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ
നമ്മൾ പറഞ്ഞു പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് പ്രിവെൻറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഈ സർഷ്യോറാറി എന്ന് പറയുന്നത് ക്യൂററ്റീവും കൂടെ, അതിനൊരു സൊല്യൂഷനും ക്യൂററ്റീവ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? അതിനൊരു സൊല്യൂഷനും കൂടി ഉണ്ട്. എന്താണ് പറയുന്നത്? പെൻഡിങ് ആയിട്ടുള്ള സാധനം എനിക്ക് തരൂ എന്നാണ് പറയുന്നത് ഹയർ കോടതികൾ. നിങ്ങളുടെ കയ്യിൽ വെക്കണ്ട, കാരണം അത് ഞങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നതാണ് ഏത്? സർഷ്യോറാറി എന്ന് പറഞ്ഞ റിറ്റ്. മനസ്സിലായല്ലോ? ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂ വാറൻറ്റോ എന്നാണ്. ബൈ വാട്ട് അതോറിറ്റി എന്നാണ് അർത്ഥം. ബൈ വാട്ട് അതോറിറ്റി എന്താണ്? ലീഗാലിറ്റി ഓഫ് എ ക്ലെയിം ടു എ പബ്ലിക് ഓഫീസ്. എന്ത് അധികാരത്തിലാണ് നിങ്ങളൊരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള റൈറ്റ്, അതാണ് ക്യൂ വാറൻറ്റോ. ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ പബ്ലിക് പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് അധികാരത്തിലാണ്, ബൈ വാട്ട് അതോറിറ്റി നിങ്ങൾ ആ പൊസിഷനിൽ ഇരിക്കുന്നു എന്നത് ചോദ്യം ചെയ്യാനുള്ള എന്താ പറയുക, സുപ്രീം കോടതിൻ്റെ അല്ലെങ്കിൽ ഹൈക്കോടതിൻ്റെ അധികാരമാണെന്ത്? ക്യൂ വാറൻറ്റോ എന്ന് പറഞ്ഞ റിറ്റ്. അപ്പോൾ നമ്മൾ 5 റിറ്റ്സ് പഠിച്ചു. അത് അനുബന്ധമായിട്ടുള്ള ഫാക്ട്സ് പഠിച്ചു. അതുപോലെ തന്നെ 226 ആണ് ഹൈക്കോടതി റിറ്റ് പുറപ്പെടുവിക്കുമ്പോഴുള്ള ആർട്ടിക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. 32 ആണ് സുപ്രീം കോടതിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ആസ് സച്ച് റിറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ടു ദ വീഡിയോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.